ലെസ്ലി ജോൺ കൂടി ചേരുകയാണ്. ലെസ്ലി, ഒരുപക്ഷെ രാജ്യം കാത്തിരുന്നത് മോദി അവിടെ ചെന്ന് പരാമർശം നടത്തും, ഇത് ശരിയായില്ല, പ്രതിഷേധം അറിയിക്കുമെന്നുള്ളതാണ്. ഇത് ഇവിടെ ഒരു ചില സിനിമയിൽ കാണുന്നത് പോലെയാണ്. വേണമെങ്കിൽ ഇനിയും തല്ലിക്കോ എന്ന് പറയുന്ന മോദിയുടെ നിലപാട്. ഇവിടെ നമ്മൾ കാണേണ്ടത് 2 ദിവസം മുമ്പാണ് വെനിസ്വേല എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തെ പൗരന്മാരെ ഇത്തരത്തിൽ നാടുകടത്താൻ മോദി ശ്രമിച്ചപ്പോൾ സ്വന്തം വിമാനം, രാജ്യത്തിൻ്റെ വിമാനം അയച്ച് മാനത്തോടുകൂടി ആ രാജ്യത്തെ പൗരന്മാരെ കൊണ്ടുപോയ ഒരു രാജ്യത്തെ നമ്മൾ കാണുന്നു. ഇവിടെ മോദിക്ക് ചെയ്യാൻ കഴിയുന്ന 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഈ ഇത്തരത്തിൽ കുടിയേറ്റക്കാരെ വിലങ്ങ് വെച്ച് അണിയിക്കുമ്പോൾ ഞങ്ങളിതാ വിമാനം വിടുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു നിലപാടെടുക്കാമായിരുന്നു. രണ്ടാമത്, ഇത്തരത്തിലുള്ള പ്രതിഷേധം വളരെ കൃത്യമായി തന്നെ അറിയിക്കാമായിരുന്നു. ഞങ്ങൾ ഇന്ത്യക്കാർ 140 കോടി ജനത അഭിമാനമുള്ളവരാണെന്ന് പറയാമായിരുന്നു. മോദി അവിടെ പഞ്ചപുച്ഛം അടക്കി നിൽക്കുകയായിരുന്നു. എന്തായിരുന്നു ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ളത്? സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയുടെ ആശ്രിത രാജ്യങ്ങളായ കൊളംബിയ അടക്കമുള്ളവർ അവരുടെ പൗരന്മാരെ രാജ്യത്തേക്ക് തിരിച്ചെത്തിക്കുന്ന ഘട്ടത്തിൽ ആ വിമാനം, സൈനിക വിമാനം, താങ്കളുടെ വിമാനത്താവളങ്ങളിലോ താങ്കളുടെ വ്യോമാതിർത്തിയിലോ ഇറങ്ങാൻ അനുമതി നൽകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തല ഉയർത്തി നിന്നിരുന്ന ഇന്ത്യ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യൻ പൗരന്മാരുടെ അന്തസ്സ് വ്രണപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിൽ മാത്രമല്ല, ഫെബ്രുവരി 15 നാളെ 2ാം ഘട്ട അനധികൃത കുടിയേറ്റക്കാരുമായുള്ള വിമാനം ഇന്ത്യയിലെത്തുമെന്ന അറിയിപ്പ് ലഭിച്ചതിന് ശേഷം നടത്തിയ പ്രധാനമന്ത്രി മോദിയും ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ അന്തസ്സ് കെടുത്തുന്ന തരത്തിൽ ഇന്ത്യ സർക്കാരിൽ നിന്നും, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്നും, വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടായി എന്ന് ഉള്ളത് വളരെ ഖേദകരമാണ്. ഇന്ത്യൻ ജനതയെ സംബന്ധിച്ച് വളരെ നാണക്കേട് ഉണ്ടാക്കിയ ഒരു വിഷയവും. കൈവിലങ്ങ് അണിയിച്ച്, വിലങ്ങുകൾ അണിയിച്ച് 104 ഇന്ത്യക്കാരെ സൈനിക വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിച്ചിട്ടും ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് രാജ്യങ്ങളുടെ തലപ്പത്ത് നിന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഒരു രാജ്യത്തിന് മൗനം പാലിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അഭിമാനം ഇടിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, വലിയ മെച്ചമൊന്നും ഇന്ത്യക്ക് എടുത്തു പറയാൻ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും വളരെ പ്രസക്തമാണ്. വ്യാപാര നയതന്ത്ര ഇടപാടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട്. ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി നമുക്ക് കാണേണ്ടത് ഇതിൽ ചില രാഷ്ട്രീയങ്ങളുണ്ട്, ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയ ഒരു വിഭാഗം നമ്മുടെ സൈനിക സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ട ആയിരുന്നു. ഏറ്റവും കൂടുതൽ പണം വിലയിരുത്തിയിരുന്നത്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് പുതിയ വിമാനങ്ങൾ, അതായത് F-35 യുദ്ധവിമാനങ്ങൾ അടക്കമുള്ള ഇത് അമേരിക്കയിൽ നിന്നും ഇപ്പോ ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മോഡി ഓഫർ ചെയ്തിരിക്കുകയാണ്. അതായത് താരിഫുകളിൽ ഇളവ് വരുന്നത് സംബന്ധിച്ച്, അമേരിക്കയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച്, കൂടുതൽ ഗ്യാസ് വാങ്ങുന്നത് സംബന്ധിച്ച്, കൂടുതൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് സംബന്ധിച്ച്. അതായത് ഒരു കച്ചവടം, ആ കച്ചവടത്തിൽ നേട്ടം അമേരിക്കയ്ക്ക് തന്നെയാണ്, ഇന്ത്യക്ക് യാതൊരു നേട്ടവുമില്ല. കൂടുതൽ ഇറക്കുമതി, അത് കൂടുതൽ ഇളവുകളോടുള്ള ഇറക്കുമതിയും ആണ് ഇപ്പോൾ ഈ മോദിയും ട്രംപും തമ്മിലുള്ള ചർച്ചയിൽ ആ കരാറുകളിലാണ് ഒപ്പിട്ടിരിക്കുകയും ചെയ്യുന്നത്. ഫലത്തിൽ നേരത്തെ ലെസ്ലി പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തിന് ഗുണകരമാകുന്ന ഒരു കരാറിലും ഇന്ത്യ മോദി ഒപ്പിട്ടിട്ടില്ല. ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അദാനിയുടെ ആ അമേരിക്കൻ കമ്പനികളെ പറ്റിച്ചു എന്നുള്ള കേസ്, ആ കേസിന് തുടരേണ്ടതില്ല എന്ന ട്രംപ് എടുത്ത നിലപാട് വളരെ കൃത്യമാണ്. മോദി ട്രംപ് നെക്സസ്, ആ നെക്സസ് ഇന്ത്യക്ക് ഗുണകരമല്ല, അമേരിക്കയ്ക്ക് ഗുണകരമാകുന്നതാണ്. അതിന് എല്ലാവിധ ഒത്താശകളും മോദി ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ തീർച്ചയായും സിജു, ഇതിൽ ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തി. ഈ കൂടിക്കാഴ്ചയിൽ ട്രംപ് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന എന്നുള്ളത് വളരെ കൃത്യമാണ്. സഖ്യകക്ഷികളിലേക്കാൾ വളരെ മോശമായ ബന്ധമാണ് ഇന്ത്യയുമായി വ്യാപാര കരാറിൽ, ബിസിനസ്സിൽ ഇന്ത്യ അമേരിക്കയെ ശത്രുക്കളെ പോലെ കാണുന്നു എന്നുള്ള പ്രസ്താവനയാണ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നിൽക്കുന്ന
കൂടെ നിർത്തിക്കൊണ്ട് പറയുന്ന സാഹചര്യമുണ്ടായത്. ഇതിന് തൊട്ട് പിന്നാലെയാണ് തീരുവ കുറയ്ക്കാനുള്ള തീരുമാനം, കൂടുതൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള തീരുമാനം, ഒപ്പം തന്നെ സൈനിക വിമാനങ്ങൾ മേടിക്കാനുള്ള തീരുമാനം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം ഇന്ത്യയിലേക്ക് അമേരിക്കയ്ക്ക് കൊണ്ടുവരാൻ തീരുവ കുറച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ. എന്നാൽ ഇതെല്ലാം നിൽക്കുമ്പോൾ സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നിലവിലെ അധിക ചുങ്കം അത് പിൻവലിക്കുന്ന യാതൊരു പ്രഖ്യാപനങ്ങളും ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇന്ത്യയുടെ ഭാഗത്ത് അങ്ങനെ ഒരു ആവശ്യം ഉയർന്നില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായ കാര്യം. ഒപ്പം തന്നെ നിലവിൽ കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്ന രാജ്യസ്നേഹം, ആ രാജ്യസ്നേഹം തുറന്നു കാട്ടുന്നതിന് വേണ്ടി ഒരു കുറ്റവാളിയെ ഇന്ത്യക്ക് കൈമാറാം എന്നുള്ള ഒരു പ്രഖ്യാപനം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതല്ലാതെ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം രാജ്യം ഭരിക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ പിന്നാടികൾക്കും ലഭിക്കുമെന്നല്ലാതെ ഇന്ത്യൻ ജനതയ്ക്ക് യാതൊന്നും തന്നെ ഈ കൂടിക്കാഴ്ചയിൽ, ഈ 1.5 മണിക്കൂർ കൂടിക്കാഴ്ചയുടെ ഫലം ഉണ്ടാകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അത് തന്നെയാണ് ലെസ്ലി. ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേരത്തെ ലെസ്ലി സൂചിപ്പിച്ചതുപോലെ ഒരു കുറ്റവാളിയെ വിട്ടു നൽകുക, തഹാവൂർ റാണയെ വിട്ടു നൽകാം എന്നുള്ളതാണ്. ഒരുപക്ഷെ മോദി വന്ന് രാജ്യത്ത് വന്ന് പ്രസ്താവന നടത്താൻ പോകുന്നു അതായിരിക്കും. വലിയൊരു കുറ്റവാളിയെ രാജ്യത്തിന് കൈമാറാൻ അമേരിക്കയുമായി നടത്തിയ കരാറിൽ ആ ധാരണയായിരിക്കുന്നു എന്ന തരത്തിലായിരിക്കും വ്യാഖ്യാനിക്കാൻ പോവുക. ഇവിടെ രാജ്യത്തിന് എന്ത് നേട്ടം? രാജ്യത്തെ അന്താരാഷ്ട്ര വേദികളിൽ നാണം കെടുത്തിയ നരേന്ദ്രമോദിയും ട്രംപും അവർ വീണ്ടും കൂടിക്കാഴ്ച നടത്തുന്നു. രാജ്യത്തിന് നയാ പൈസയുടെ ഗുണം ഉണ്ടാകുന്നില്ല. എവിടെയാണ് മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് ഗുണം? രാജ്യം എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? തഹൗൾ റാണയെ ഇന്ത്യക്ക് കൈമാറുന്നു എന്ന് മോദി പ്രഖ്യാപിക്കുമ്പോൾ മറ്റൊരു മാധ്യമപ്രവർത്തകരുടെ മറ്റൊരു ചോദ്യം കൂടി ട്രംപ് നേരിടേണ്ടി വന്നു. കാരണം US-ലുള്ള ഖാലിസ്ഥാൻവാദികൾ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ബൈഡൻ ഭരണകാലത്ത് അത്തരം ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം എന്ന് പറയുന്നു. അതായത് ഇന്ത്യക്കെതിരെ US-ൽ ഖാലിസ്ഥാൻ വിഘടനവാദികളുടെ പ്രവർത്തനം സജീവമായി കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന ഒരു തുറന്ന സമ്മതമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പോ അത്തരത്തിലൊരു കാര്യങ്ങൾ ഇന്ത്യയിൽ ചർച്ചയാകുകയോ ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ചോദ്യവും അത്തരമൊരു ഭീകരവിരുദ്ധ പ്രവർത്തനം ഇന്ത്യക്കെതിരെ രാജ്യത്തിനെതിരെ നടന്നിരുന്നു എന്നുള്ള ഒരു അർത്ഥകരമായി, അതായത് പാതി ശരി വെച്ചുകൊണ്ടുള്ള ട്രംപിൻ്റെ പ്രസ്താവനയും വരുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇന്ത്യയിലെ 100 കോടിയിലധികം വരുന്ന ജനങ്ങൾക്ക്, സാധാരണക്കാരന് യാതൊരു ഗുണവും ഉണ്ടാകാൻ കഴിയാത്ത, യാതൊരു ജീവിത മാറ്റങ്ങളും ഉണ്ടാക്കാൻ കഴിയാത്ത, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ എടുത്തു മാറ്റാൻ കഴിയാത്ത, നേരെ മറിച്ച് സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ കോട്ടം തട്ടുന്ന ചില തീരുവ കുറച്ചുകൊണ്ടുള്ള ചില സാമ്പത്തിക നേട്ടങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടാക്കാവുന്ന പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഉണ്ടായത്. ഒപ്പം തന്നെ ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ രാഷ്ട്രീയ നേട്ടമായി അവർക്ക് എടുത്തു കാട്ടാൻ കഴിയുന്നത് ഒരു ഭീകരവാദിയെ ഇന്ത്യക്ക് തിരികെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ രാജ്യത്തിന് യാതൊരു മെച്ചവുമില്ല.